നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയ്ക്ക് പിണറായി പണി കൊടുക്കുമോ? കേരളം കാത്തിരിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഉടൻ അറിയാം. സർക്കാരിനെ വിമർശിച്ച് കെ ശൈലജ രംഗത്തെത്തിയതോടെയാണ് മുഖ്യമന്ത്രി ക്ഷുഭിതനായത്. കോവിഡ് മൂലം പ്രതിസന്ധിയിലായ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിലാണ് വിമർശനവുമായി കെ ശൈലജ രംഗത്തെത്തിയത്. കോവിഡിൽ പ്രതിസന്ധിയിലായ വിഭാഗങ്ങൾക്ക് സർക്കാർ നൽകി വരുന്ന സഹായങ്ങൾ അപര്യാപ്തമാണെന്നായിരുന്നു മുൻ മന്ത്രിയുടെ വിമർശനം. ആദ്യം സ്തബ്ധനായ മുഖ്യമന്ത്രി പിന്നീട് ശൈലജയുടെ വിമർശനങ്ങൾ അതീവ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ശൈലജയുടെ വിമർശനത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ക്ഷോഭം വൈകുന്നേരമായിട്ടും തീർന്നില്ല. വൈകിട്ട് ചേർന്ന അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോട് ക്ഷോഭിച്ചു. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ വേണമെന്നും കെ ശൈലജ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ചെറുകിട പരമ്പരാഗത തൊഴിൽ മേഖലയുടെ കടുത്ത പ്രതിസന്ധി കെ ശൈലജ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഇപ്പോൾ പ്രഖ്യാപിച്ച പദ്ധതികൾ താൽക്കാലിക പരിഹാരം മാത്രമാണെന്ന് അവർ സൂചിപ്പിച്ചു. കൈത്തറി തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക വേഗത്തിൽ വിതരണം ചെയ്യണമെന്നും ഓണം റിബേറ്റ് 10% കൂട്ടണമെന്നും കെ ശൈലജ ആവശ്യപ്പെട്ടു. ക്ഷേമനിധി മതിയാവില്ല, പ്രത്യേക പാക്കേജ് വേണം, പലിശരഹിത വായ്പ വേണം തുടങ്ങിയ കാര്യങ്ങളും അവർ ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ച തരത്തിലുള്ള വിമർശനമാണ് ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് ഉയർന്നത് എന്നതാണ് പ്രത്യേകത. ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറഞ്ഞ വ്യവസായ മന്ത്രി പി രാജീവ് നിലവിലെ സർക്കാർ പദ്ധതികളാണ് വിശദീകരിച്ചത്. കെ ശൈലജയുടെ നിർദ്ദേശങ്ങൾ പരിശോധിക്കാമെന്നും മന്ത്രി പറഞ്ഞു. രാജീവും ശൈലജയുടെ വിമർശനം കേട്ടി ഞെട്ടി. ശൈലജയുടെ വിമർശനങ്ങൾക്ക് വൻ കവറേജാണ് മാധ്യമങ്ങൾ നൽകിയത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൊതുവെ എല്ലാവർക്കും തോന്നിയ വികാരമാണ് ശൈലജ മുന്നോട്ട് വെച്ചത്. പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിമർശനങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഒരു CPM നേതാവ് തന്നെ പിണറായിയെ വിമർശിക്കുന്നത് ചരിത്രത്തിലെ ആദ്യ സംഭവമാണ്. ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം കോവിഡ് പ്രതിരോധവും മറ്റും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ശൈലജയുടെ വാക്കുകൾക്ക് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയത്. ശൈലജയുടെ പ്രവർത്തനങ്ങളുമായി കൂട്ടി വായിക്കുമ്പോൾ മന്ത്രി വീണ ജോർജിന് വേണ്ടത്ര ശോഭിക്കാൻ കഴിയുന്നില്ലെന്നുള്ള പരാതി വ്യാപകമാണ്. CPMന്റെ സെറ്റപ്പിൽ മറ്റാരും ധൈര്യപ്പെടാത്ത കാര്യമാണ് ശൈലജ ചെയ്തത്. മുഖ്യമന്ത്രിയെ പരോക്ഷമായി വിമർശിക്കാൻ പോലും ആർക്കും ധൈര്യമില്ല. അപ്പോഴാണ് അദ്ദേഹത്തെ മുന്നിലിരുത്തി വിമർശിക്കുന്നത്. ആരോഗ്യവകുപ്പിന് വേറെ മന്ത്രിയുണ്ടല്ലോ എന്ന് ന്യായത്തിന് പറയാമെങ്കിലും കേരളത്തിൽ ഇപ്പോൾ ഒരേ ഒരു മന്ത്രി മാത്രമാണുള്ളത്. അത് മുഖ്യമന്ത്രിയാണ്. ആരോഗ്യവകുപ്പും കോവിഡും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി നേരിട്ടാണ്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിക്കാണ് ഏൽക്കുന്നത്. ഏതായാലും CPMനുള്ളിൽ തന്നെ ഒരു പുതിയ ചേരി രൂപം കൊള്ളുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ശൈലജയുടെ വിമർശനം. ശൈലജയ്ക്ക് പിന്നിൽ എത്ര CPM നേതാക്കൾ ഉണ്ടെന്ന് മാത്രം കണ്ടെത്തിയാൽ മതി. ഏതായാലും മുഖ്യമന്ത്രിയുടെ മുന്നോട്ടുള്ള യാത്ര അത്ര സുഗമമാവില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.